നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണം പ്രധാനമായും ചർച്ച ചെയ്യുന്നതിന് ആൽഫ പാലിയേറ്റീവ് കെയർ സെന്ററുകളുടെ ഭാരവാഹികളുടെയും സെൻട്രൽ കൗൺസിൽ അംഗങ്ങളുടെയും പ്രധാന പ്രവർത്തകരുടെയും യോഗം ഇന്ന് ഓൺലൈനായി ചേരും. രാത്രി 8 മണിക്ക് നടക്കുന്ന യോഗത്തിൽ ചെയർമാൻ അധ്യക്ഷത വഹിക്കും. എല്ലാ സെന്ററുകളുടെയും ഭാരവാഹികളും സെൻട്രൽ കൗൺസിൽ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് കമ്മ്യൂണിറ്റി ഡയറക്ടർ അറിയിച്ചു. ഓൺലൈൻ മീറ്റിംഗിനുള്ള ലിങ്ക് ഓരോ ഗ്രൂപ്പിലും പങ്കുവച്ചിട്ടുണ്ട്. ആൽഫ ഇരിങ്ങാലക്കുട ലിങ്ക് സെന്റർ ഓണാഘോഷം നാളെ കുരുമ്പിശ്ശേരിയിലുള്ള സെന്ററിന്റെ ഹാളിൽ നടക്കും. രാവിലെ 9:30 മഹാബലിയെ വരവേൽക്കലോടെ പരിപാടികൾക്ക് തുടക്കമാകും. സംസ്ഥാന സർക്കാരിന്റെ പ്രശസ്ത സേവനത്തിനുള്ള പുരസ്കാരം ലഭിച്ച കാട്ടൂർ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജു മുഖ്യാതിഥിയായിരിക്കും. ലിങ്ക് സെന്റർ പ്രസിഡന്റ് VJ തോംസൺ അധ്യക്ഷത വഹിക്കും. വിവിധ കലാപരിപാടികളും ഓണസദ്യയും വടംവലി പോലുള്ള മത്സരങ്ങളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആൽഫ തിരുവല്ല സെന്ററിൽ ഇന്നലെ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, സെക്രട്ടറി KS പ്രകാശ്, ട്രഷറർ വിജയമോഹൻ, ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ്, സെൻട്രൽ കമ്മിറ്റി അംഗം ദീപ്തി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എബിൻ മാത്യു, ഡോക്ടർ അലി, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൂക്കളമൊരുക്കൽ, ഓണപ്പാട്ടുകൾ, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു. തിരുവല്ല സെന്ററിന്റെ പരിചരണത്തിലുള്ള നിർധനരുടെ വീടുകളിൽ ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. ആൽഫ പുനലൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 11 വിളക്കുടി മന്നം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് നടത്തും. സ്കൂൾ പ്രിൻസിപ്പൽ ജയലക്ഷ്മി അധ്യക്ഷത വഹിക്കും. NSS പ്രോഗ്രാം ഓഫീസർ സൂസൻ ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള 100ഓളം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുക്കും. പാലിയേറ്റീവ് കെയറിനെ പറ്റിയിട്ടും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു ക്ലാസ് എടുക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.